നമസ്കാരം. ഞാനൊരു വീഡിയോ കാണിക്കാം. അത് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. ആദ്യം ആ വീഡിയോ ഒന്ന് കാണും. ഇതുകൊണ്ട് വേണം ബാക്കി പരിപാടികൾ. 20, 20, 60 3 പെട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. 30,000 രൂപ ശമ്പളം കിട്ടിയെന്നിരിക്കും. ചിലർക്ക് 3 ലക്ഷം ആയിരിക്കും, ചിലർക്ക് 3,000 ആയിരിക്കും. അതിന്റെ 20% എത്രയാണ്? 6,000 രൂപ. 6,000 രൂപ ആദ്യം തന്നെ കർത്താവിന് കൊടുക്കാനുള്ളത് ആദ്യം മാറ്റിവെക്കുന്നു. അടുത്തത് എന്താണ്? 6,000 രൂപ ഭാവിയിലെ സമ്പാദ്യത്തിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു. ബാക്കി എത്ര ഉണ്ട്? കണ്ടല്ലോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ കുറ്റം പറയുകയാണെന്ന് ധരിക്കരുത്. പലരും എന്നെക്കുറിച്ച് പറയുന്നത് ഞാനൊരു പെന്തക്കോസ്ത് വിരുദ്ധനാണെന്നാണ്. ഞാൻ അവരെയും അതുപോലെ തന്നെ ദൈവദാസന്മാരെയും ഒക്കെ കുറ്റം പറയുന്നു അത്രേ. ഇതൊക്കെ കണ്ടാലും കേട്ടാലും എങ്ങനെ പ്രതികരിക്കാതിരിക്കും? ഇതൊന്നും രണ്ടും പേരല്ല, പലരും ഇതൊരു ബിസിനസ്സാക്കി ഇറങ്ങിയേക്കുക. ഇവനൊക്കെ 20% കൊടുക്കുന്നവരുണ്ടെങ്കിൽ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ: സൂക്ഷ്മമില്ലാത്തവന്റെ മുതൽ നാണമില്ലാത്തവൻ തിന്നട്ടെ എന്ന്. ഇവരെ പോലുള്ളവർ ആദ്യം വിശുദ്ധിയും വേർപാടും അയവ് വരുത്തി ആളെ കൂട്ടുന്നു. അത് കഴിഞ്ഞ് അവരിൽ നിന്ന് പണം അടിച്ചു മാറ്റാനുള്ള വിദ്യകൾ ഇറക്കുന്നു. ഒരാൾ യാഥാർത്ഥ്യമായി മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ വന്ന് ക്രിസ്തുവിനെ സ്വീകരിച്ചാൽ നിങ്ങൾ ആരും പറയാതെ തന്നെ ആ വ്യക്തി ദൈവനാമത്തിൽ ചെയ്യേണ്ടതൊക്കെ സ്വയമേ ചെയ്തുകൊള്ളും. ഒരു സംശയവും വേണ്ട. ദശാംശം കൊടുക്കാനാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. 30,000 രൂപയുടെ ദശാംശം 3,000 രൂപ. അതിനു പകരം താൻ എന്തിനാടോ 6,000 രൂപ വേണമെന്ന് പറഞ്ഞത്? കോട്ടും സൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങിക്കൊള്ളും മറ്റുള്ളവനെ പറ്റിച്ച് ജീവിക്കാൻ. എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കടോ എന്ന് ഞാൻ പറയുന്നില്ല. വിയർപ്പോടുകൂടി അപ്പം ഭക്ഷിക്കാനാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ദശാംശം കൊടുക്കാൻ പഴയ നിയമത്തിൽ പറഞ്ഞത് യഹൂദന്മാരോടാണ്. പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ ആർക്കും ഭാരമാകാതിരിക്കാൻ അധ്വാനിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് അവർ മറ്റുള്ളവരുടെ നക്കാപ്പിച്ച മേടിച്ച് ജീവിക്കുവാൻ ഉദ്ദേശിച്ചില്ലെന്ന്, പകരം അധ്വാനിച്ച് ജീവിച്ചു എന്നർത്ഥം. വിവരമില്ലാത്ത കുറെ മനുഷ്യരെ കുറെ വിഡ്ഢിക്കഥകൾ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ് ഇന്ന് ഈ ലോകം മുഴുവൻ നടക്കുന്നത്, പ്രത്യേകിച്ച് നമുക്കിടയിൽ. $2 ലക്ഷം വരെ ശമ്പളം മേടിക്കുന്ന മുതലാളി ലവ് ഗിഫ്റ്റ് എന്ന പേരിൽ വീടുകളിൽ കയറി ഇറങ്ങി പണം വാങ്ങുന്നു. പിച്ച തെണ്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആത്മീയമായതുകൊണ്ട് അത് ലവ് ഗിഫ്റ്റ്, ഭൗതികമാണെങ്കിൽ അത് കൈക്കൂലി. അപ്പോഴും നമ്മൾ അവരെ വിളിക്കുന്നത് ഉപദേശി എന്നാണ്. ആത്മീയതയുടെ മറവിലെ ആഗോള പകൽക്കൊള്ളയാണ് നമുക്കിടയിൽ നടക്കുന്നത്. വിശ്വാസികൾ ഉണരേണ്ട സമയം കഴിഞ്ഞു. യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ഏഷ്യയിലായാലും മതം മാറിയാലും ഈ ആത്മീയ കച്ചവടക്കാരുടെ ചൂഷണ രീതികൾക്ക് മാറ്റമില്ല. ആഗോളതലത്തിൽ പടർന്നു പന്തലിച്ചിരിക്കുന്ന ഈ ചൂഷണ ശൃംഖലയെക്കുറിച്ച് നാം തിരിച്ചറിയേണ്ട ചില ഗൗരവകരമായ കാര്യങ്ങളുണ്ട്. പണമുണ്ടാക്കാനും പേരിനും പ്രശസ്തിക്കും വേണ്ടിയുള്ള സേവനം, പാവപ്പെട്ട വിശ്വാസികളുടെ അധ്വാന ഫലം ഉപയോഗിച്ച് പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ പരസ്യങ്ങൾ നൽകുക, ആഡംബരപൂർണമായ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം മഹത്വമല്ല, മറിച്ച് ഞങ്ങളുടെ സഭ വലുതാണെന്ന് ലോകത്തിന് മുന്നിൽ കാണിക്കാനാണ്. എന്തിനാ? പണം വരുത്താൻ. അതുപോലെ ബാങ്ക് അക്കൗണ്ട് നൽകിയുള്ള മാസപ്പടി, വിശ്വാസികളോട് നേരിട്ട് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകി മാസം തോറും നിശ്ചിത തുക, അത് ഡോളറായാലും രൂപയായാലും അയക്കാൻ ആവശ്യപ്പെടുന്നത് ആത്മീയതയല്ല, മറിച്ച് ഒരുതരം സബ്സ്ക്രിപ്ഷൻ ബിസിനസ്സാണത്. നിങ്ങളുടെ അധ്വാനം പാസ്റ്ററുടെ ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാൻ മാത്രമായി മാറുന്നു. വികസിത രാജ്യങ്ങളിലെ ഡോളറും പൗണ്ടും മുതൽ സാധാരണക്കാരുടെ രൂപ വരെ ഇവരുടെ ലക്ഷ്യമാണ്. സ്വർഗരാജ്യത്തെപ്പറ്റി പ്രസംഗിക്കുന്നവൻ ഭൂമിയിൽ ആഡംബരത്തിൻ്റെ അങ്ങേ അറ്റത്ത് ജീവിക്കുന്നു. ചാർട്ടേഡ് വിമാനങ്ങളും കോടികൾ വിലമതിക്കുന്ന എസ്റ്റേറ്റുകളും ആധുനിക ആഡംബര കാറുകളും ഇവർക്ക് ലഭിക്കുന്നത് സാധാരണക്കാരായ വിശ്വാസികളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ടാണ്. ദശാംശം കൊടുത്തില്ലെങ്കിൽ ശാപം കിട്ടും, ദൈവത്തിന് നൽകിയാൽ 10 ഇരട്ടിയെ തിരിച്ചു കിട്ടും എന്നിങ്ങനെയുള്ള വാഗ്ദാനങ്ങളും ഭീഷണികളും മുഴക്കി വിശ്വാസികളെ മാനസികമായി തളർത്തുകയാണ് ഇവർ ചെയ്യുന്നത്. ഇത് ഭക്തിയല്ല, മറിച്ച് മനഃശാസ്ത്രപരമായ ബ്ലാക്ക് മെയിലിംഗ് ആണ്. വിശ്വാസികളുടെ ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുന്നു. വിശ്വാസികളുടെ ദാരിദ്ര്യമാണ് ഇവന്മാരുടെ ഐശ്വര്യം. സ്വന്തം വീട്ടിലെ ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ച് മക്കളുടെ പഠനത്തിനോ ചികിത്സയ്ക്കോ ഉള്ള പണം പോലും ഇവന്മാരുടെ വാക്കുകളിൽ വീണ് പെട്ടിയിലിടുന്നവർ. അവരറിയുന്നില്ല നിങ്ങളുടെ ആ കണ്ണീരിൻ്റെ വിലയാണ് അവരുടെ ആഡംബരവും അവർ യാത്ര ചെയ്യുന്ന വില കൂടിയ വാഹനങ്ങളും അവരനുഭവിക്കുന്ന സൗകര്യങ്ങളും ഒക്കെ. ഓരോ ദിവസവും ഓരോരോ പുതിയ പുതിയ തന്ത്രങ്ങൾ ഇവനെ പോലുള്ള അനേക കള്ള കപട
സുവിശേഷകന്മാർ കോട്ടും സൂട്ടും ഇട്ട് 10,000-കണക്കിന് ജനങ്ങളുടെ പണം ഊറ്റിയെടുക്കുന്നു. അതിനുള്ള കുരുട്ടുബുദ്ധി ദുഷ്ടപിശാചി ഇവർക്ക് കൊടുത്ത് അനേകരെ വഞ്ചിക്കുന്നു. എന്ത് കള്ളത്തരങ്ങളാണേലും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന കുറേ ആളുകൾ അവരുള്ളത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. ഇവറ്റകൾ ഈ തട്ടിപ്പുകൾ ആവർത്തിക്കുന്നത് അതുകൊണ്ടാണ്. 20% മേടിക്കുന്ന ആ കർത്താവിൻ്റെ പേരാണ് ഡാമിയൻ. 20% മേടിച്ച് തൊലിക്കട്ടിയും ദുരാത്മാവും കൈമുതലായുള്ള ഈ കർത്താവ് എറണാകുളം പട്ടണത്തിൽ കോടികളുടെ വസ്തുവകകൾ സമ്പാദിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കറിയാമോ? എറണാകുളം ടൗണിൽ 2 സ്റ്റോറി കെട്ടിടത്തിൽ ഫർണിച്ചർ മുതൽ എല്ലാം വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന് ഏറ്റവും അധികം ലക്ഷറീസ് ആയി ജീവിക്കുന്ന എളിയ കർത്താവിന്റെ വലിയ ദാസനാണ് ഇയാൾ. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ മിനിമം ബോധമെങ്കിലും ഉണ്ടാകണം. ഈ പറ്റിയിലും തട്ടിപ്പൊക്കെ നടത്തുമ്പോൾ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉണ്ടാകുമെന്ന് ഉള്ള ബോധം വേണം. അതുപോലും ഇല്ലാത്ത ഇവനെയൊക്കെ ചാട്ടവാറെടുത്ത് അടിച്ച് ഓടിക്കാൻ കർത്താവ് വീണ്ടും വരും. അതിനായി നമുക്ക് കാത്തിരിക്കാം.